PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി എടുക്കുന്ന ക്ലാസ്സാണ് കേട്ടോ. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും എടുത്തു പോകുന്നുണ്ട്. 200 ഡേ ചലഞ്ചാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കൃത്യമായിട്ട് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു ലൈക്ക് അടിച്ചും ഒരു ഷെയർ ചെയ്തും അതുപോലെ തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള പുതിയ സിലബസ് പ്രകാരമാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്കിലെ കുറേ ടോപ്പിക്കുകൾ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജില്ലകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ കേരളത്തിലെ ജില്ലകൾ നമ്മൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയാണ്. അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ്സോടുകൂടി കേരളത്തിലെ ജില്ലകളും സവിശേഷതകളും എന്ന് പറയുന്ന ടോപ്പിക്ക് അവസാനിക്കുകയാണ് കേട്ടോ. നമ്മളപ്പോൾ ഈ ഒരു ടോപ്പിക്കോടുകൂടി നമ്മുടെ കേരള ജില്ല, വിവിധ ജില്ലകൾ, അത് കേരളത്തിലെ 14 ജില്ലകളെക്കുറിച്ച് നമ്മൾ പഠിച്ചല്ലേ. 14 ജില്ലകളെക്കുറിച്ച് ഏതൊരു ചോദ്യം വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പാകത്തിന് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടാണ് പഠിച്ചേക്കുന്നത്. 14 വീഡിയോ ആയിട്ടാണ് ഞാൻ അത് ചെയ്തേക്കുന്നത്. അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മളിത് പഠിച്ചു പോയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഈ ജില്ലകളിൽ നിന്ന് എന്ത് ചോദ്യം PSC ചോദിച്ചാൽ നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റും, ഈ വീഡിയോ കണ്ടു പഠിച്ചിട്ടുള്ളവർക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം കേരളത്തിലെ അവസാന രൂപം കൊണ്ട കാസർഗോഡ് ജില്ലയെക്കുറിച്ച്. അപ്പോൾ കാസർഗോഡ് ജില്ലയോടുകൂടി കേരളത്തിലെ ജില്ലകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് തീരെയാണ്. അടുത്ത ദിവസം നമ്മൾ അടുത്ത ടോപ്പിക്ക് എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പഠിക്കാം കാസർഗോഡ് ജില്ല. അപ്പോൾ കാസർഗോഡ് ജില്ലയെക്കുറിച്ച് പഠിച്ചു പോകാം. 1984 മെയ് 24 കാസർഗോഡ് ജില്ല നിലവിൽ വന്നത്. 1984 മെയ് 24. വിസ്തീർണം 1992 ചതുരശ്ര കിലോമീറ്ററാണ്. 1992 ചതുരശ്ര കിലോമീറ്ററാണ്. ലോകസഭാ മണ്ഡലങ്ങൾ 1, നിയമസഭാ മണ്ഡലങ്ങൾ 5, താലൂക്കുകൾ 4. അപ്പോൾ 1984 മെയ് 24 നിലവിൽ വന്നു. 1992 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം. ലോകസഭാ മണ്ഡലങ്ങൾ 1 നിയമസഭാ മണ്ഡലങ്ങൾ 5 താലൂക്കുകളാണെങ്കിലോ 4. ദൈവങ്ങളുടെ നാട്, നദികളുടെ നാട്, സപ്തഭാഷാ സംഗമഭൂമി എന്ന പേരുകളിൽ അറിയപ്പെടുന്നു. എന്താണ്? ദൈവങ്ങളുടെ നാട്, നദികളുടെ നാട്, സപ്തഭാഷാ സംഗമ ഭൂമി എന്നൊക്കെ അറിയപ്പെടുന്ന ജില്ല ഏതാ? കാസർഗോഡ് ജില്ലയാണ്. പ്രാചീന കാലത്ത് ഹെർക്കുല എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. പ്രാചീന കാലത്ത് ഹെർക്കുല എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കാസർഗോഡ്. സംസ്ഥാന പുനഃസംഘടനയിൽ കർണാടകത്തിൽ നിന്നും കേരളത്തോട് ചേർത്ത താലൂക്ക്. സംസ്ഥാന പുനഃസംഘടനയിൽ കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് ചേർക്കപ്പെട്ട താലൂക്കാണിത്. കേരളത്തോട് കൂട്ടിച്ചേർക്കും മുമ്പ് കർണാടകയിലെ തെക്കൻ കാനറ ജില്ലയിൽ ഭാഗമായിരുന്ന സ്ഥലം. കേരളത്തോട് കൂട്ടിച്ചേർക്കും മുമ്പ് കർണാടകയിലെ തെക്കൻ കാനറ ജില്ലയുടെ ഭാഗമായിരുന്ന സ്ഥലമാണേത്? കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും അവസാനം രൂപീകൃതമായ ജില്ല ഏതാ? നമ്മുടെ കാസർഗോഡാണ്. ഇങ്ങനെയാണ് ജില്ലയുടെ ക്രമീകരണം വരുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ. അവസാനം രൂപം കൊണ്ടത് ഏതാ? നമ്മുടെ കാസർഗോഡ് ജില്ല. ആലപ്പുഴ ജില്ല കഴിഞ്ഞാൽ ഏറ്റവും വലിപ്പം കുറഞ്ഞ രണ്ടാമത്തെ ജില്ല. ഏറ്റവും വലിപ്പം കുറഞ്ഞ ആലപ്പുഴയാണല്ലോ. അത് കഴിഞ്ഞ് സെക്കൻഡ് പൊസിഷൻ ആർക്കാണ്? കാസർഗോഡ് ജില്ലയ്ക്കാണ്. അപ്പോൾ പ്രാചീന കാലത്ത് ഹെർക്കുല എന്നറിയപ്പെടുന്ന പ്രദേശം, സംസ്ഥാന പുനഃസംഘടനയിൽ കർണാടകത്തിൽ നിന്ന് കേരളത്തോട് ചേർത്ത താലൂക്ക്, കേരളത്തോട് കൂട്ടിച്ചേർക്കും മുൻപ് കർണാടകയുടെ തെക്കൻ കാനറ ജില്ലയുടെ ഭാഗമായിരുന്ന സ്ഥലമാണ് ഈ കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ലയും കേരളത്തിൽ ഏറ്റവും അവസാനം രൂപീകൃതമായ ജില്ലയും ആലപ്പുഴ ജില്ല കഴിഞ്ഞാൽ ഏറ്റവും വലിപ്പം കുറഞ്ഞ രണ്ടാമത്തെ ജില്ലയുമാണ് ഇത്? കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത്. ഇനി ലിപിയില്ലാത്ത ഭാഷകളായ ബ്വാരി, തുളു, കൊങ്കിണി സംസാരിക്കുന്ന ജില്ല. ലിപിയില്ലാത്ത ഭാഷകളായിട്ടുള്ള ബ്വാരിയും തുളും കൊങ്ങിണിയൊക്കെ ഈ കാസർഗോഡ് ജില്ലയിൽ സംസാരിക്കാറുണ്ട്. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല കാസർഗോഡാണ്. കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഗ്രാമമായ തലപ്പാടി സ്ഥിതി ചെയ്യുന്ന ജില്ല. കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഗ്രാമമായിട്ടുള്ള തലപ്പാടി ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് ഏത്? കാസർഗോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു
എന്തെന്നറിയപ്പെടുന്നു? നദികളുടെ നാടെന്നറിയപ്പെടുന്നു അല്ലേ നമ്മുടെ കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടയ്ക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല കാസർഗോഡാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടയ്ക്ക ഉൽപ്പാദിപ്പിക്കുന്ന ഏത് ജില്ല തന്നെയാണ്? കാസർഗോഡ് ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല, വിവിധ ഭാഷകൾ സംസാരിക്കപ്പെടുന്ന ജില്ലയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബ്വാരി, തുളു, കൊങ്ങിണി എന്ന് പറയുന്ന ഭാഷകളൊക്കെ കാസർഗോഡ് ജില്ലയിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ലയാണ്. കേരളത്തിൽ വടക്കേറ്റുള്ള ഗ്രാമമായ തലപ്പാടി സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ്. അതുകൊണ്ടാണ് നദികളുടെ നാടെന്ന് കാസർഗോഡ് അറിയപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടയ്ക്ക ഉൽപ്പാദിപ്പിക്കുന്നത് കാസർഗോഡാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്നതും കാസർഗോഡാണ്. കേരളത്തിൽ ONV സ്മൃതി കേന്ദ്രം നിലവിൽ വന്ന ജില്ല. കേരളത്തിൽ ONV സ്മൃതി കേന്ദ്രം നിലവിൽ വന്ന എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. മനുഷ്യനിർമ്മിതമായ കേരളത്തിലെ ഏക വനം കരിം ഫോറസ്റ്റ് പാർക്ക്. കാസർഗോഡ് ജില്ലയിലെ കരിം ഫോറസ്റ്റ് പാർക്കാണ് മനുഷ്യനിർമ്മിതമായ കേരളത്തിലെ ഏക വനം. ഇന്ത്യയിൽ ആദ്യ ഫിലിമെൻ്റ് രഹിത ഗ്രാമപഞ്ചായത്ത് പീലിക്കോടാണ്. ഇന്ത്യയിൽ ആദ്യ ഫിലിമെൻ്റ് രഹിത ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പീലിക്കോടാണ്. കേരളത്തിൽ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? ബേക്കൽ കോട്ടയാണ്. അപ്പോൾ കേരളത്തിൽ ONV സ്മൃതി കേന്ദ്രം നിലവിൽ വന്നത് കാസർഗോഡാണ്. മനുഷ്യനിർമ്മിതമായ കേരളത്തിലെ ഏക വനം കരിം ഫോറസ്റ്റ് പാർക്കാണ് കാസർഗോഡ്. ഇന്ത്യയിലെ ആദ്യ ഫിലിമെൻ്റ് രഹിത ഗ്രാമപഞ്ചായത്ത്. മനുഷ്യനിർമ്മിതമായ കേരളത്തിലെ ഏക വനം കരിം ഫോറസ്റ്റ് പാർക്കാണ് കാസർഗോഡ്. ഇന്ത്യയിലെ ആദ്യ ഫിലിമെൻ്റ് രഹിത ഗ്രാമപഞ്ചായത്ത് പീലിക്കോടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? ബേക്കൽ കോട്ടയാണ്. ഇനി ബേക്കൽ കോട്ട, ചന്ദ്രഗിരി കോട്ട എന്നിവ നിർമ്മിച്ചത് ആരാണ്? ബേക്കൽ കോട്ട, ചന്ദ്രഗിരി കോട്ട എന്നിവ നിർമ്മിച്ചത് ബദനൂരിലെ ശിവപ്പ നായ്ക്കന്മാരാണ് ഈ ഒരു കോട്ടയൊക്കെ നിർമ്മിച്ചത്. കാസർഗോഡ് ജില്ലയിൽ സാംസ്കാരിക തലസ്ഥാനം നീലേശ്വരമാണ് കേട്ടോ. കാസർഗോഡ് ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? നീലേശ്വരമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള സ്ഥലമാണ് നീലേശ്വരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ളത് എവിടെയാണ്? നീലേശ്വരത്താണ്. കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി ലഭിച്ച നഗരസഭ നീലേശ്വരമാണ്. കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി ലഭിച്ച നഗരസഭ ഏതാണ്? നീലേശ്വരമാണ്. ഇനി കേരളത്തിലെ പുതിയ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം റാണിപുരമാണ് കേട്ടോ. കേരളത്തിലെ പുതിയ ഊട്ടി എന്നറിയപ്പെടുന്നത് റാണിപുരമാണ്. ബേക്കൽ കോട്ട, ചന്ദ്രഗിരി കോട്ട എന്നിവ നിർമ്മിച്ചത് ബദനൂരിലെ ശിവപ്പ നായ്ക്കരാണ്. കാസർഗോഡ് ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം നീലേശ്വരമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ളതും കേരളത്തിൽ സമ്പൂർണ്ണ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി ലഭിച്ച നഗരസഭയും നീലേശ്വരമാണ്. കേരളത്തിലെ പുതിയ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കാസർഗോഡ് ജില്ലയിലെ റാണിപുരം. അതുപോലെ ഹോസ്ദുർഗ് കോട്ട, കാഞ്ഞങ്ങാട് കോട്ട നിർമ്മിച്ചത് ഇടക്കേരി വംശത്തിലെ സോമശേഖര നായ്ക്കരാണ് കേട്ടോ. ഹോസ്ദുർഗ് കോട്ട അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് കോട്ട നിർമ്മിച്ചത് ആരാണ്? ഇക്കേരി വംശത്തിലെ സോമശേഖര നായ്ക്കരാണ്. കാസർഗോഡ് ജില്ലയിൽ നിർദ്ദിഷ്ട താപ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. കാസർഗോഡ് ജില്ലയിൽ നിർദ്ദിഷ്ട താപ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ചീമേനിയാണ്. കേരളത്തിൽ രണ്ടാമത്തെ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നതും ചീമേനിയാണ്. കേരളത്തിൽ രണ്ടാമത്തെ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ചീമേനിയാണ്. 1946 തോൽവിറക് സമരം നടന്നത്. ഇതെപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ, ഈ ചീമേനി സമരം. അതൊന്ന് ആ ഡേറ്റ് സഹിതം ഒന്ന് ഓർത്തിരിക്കുക. 1946 തോൽവിറക് സമരം നടന്ന സ്ഥലമാണ് ഏത്? ചീമേനി എന്ന് പറയുന്നത്. അപ്പോൾ ഹോസ്ദുർഗ് കോട്ട, അതായത് കാഞ്ഞങ്ങാട് കോട്ട നിർമ്മിച്ചത് ഇക്കേരി വംശത്തിലെ സോമശേഖര നായ്ക്കരാണ്. കാസർഗോഡ് ജില്ലയിലെ നിർദ്ദിഷ്ട താപ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം, കേരളത്തിൽ രണ്ടാമത്തെ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നതും 1946 തോൽവിറക് സമരം നടന്നതും എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ ചീമേനിയാണെന്ന് ഓർക്കുക. കേരളത്തിൽ ആദ്യമായി ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരകം നിലവിൽ വന്ന സ്ഥലം ഏതാ? ചെമ്മട്ടം വയലാണ് കേട്ടോ. കാഞ്ഞങ്ങാടിലെ ചെമ്മട്ടം വയലിലാണ് കേരളത്തിൽ ആദ്യമായി ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരകം നിലവിൽ വന്നത്. അതെവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ഗവേഷകർ മെഗലിത്തിക് റോക്ക് കട്ട് ചേംബറുകൾ കണ്ടെത്തിയ കേരളത്തിലെ സ്ഥലം പേരളമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ഗ്രാമപഞ്ചായത്ത് മടിക്കൈയാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ളത് എവിടെയാണ്? മടിക്കൈയാണ്. അപ്പോൾ കേരളത്തിൽ ആദ്യമായി ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരകം നിലവിൽ വന്നത് ചെമ്മട്ടം വയൽ കാഞ്ഞങ്ങാടാണ്. ഗവേഷകർ മെഗാലിത്തിക് റോക്ക് കട്ട് ചേംബറുകൾ കണ്ടെത്തിയ കേരളത്തിലെ സ്ഥലം പേരളമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മടിക്കൈയാണെന്നും ഓർക്കുക. ഇനി നമുക്ക് ഈ ഒരു കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട
ഒരു സ്ഥലത്തെക്കുറിച്ച് പഠിക്കാം. അത് മഞ്ചേശ്വരമാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നിയോജക മണ്ഡലമാണ് മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നിയോജക മണ്ഡലം ഏതാണ്? മഞ്ചേശ്വരമാണ്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള താലൂക്കും മഞ്ചേശ്വരമാണ്. ഈ മഞ്ചേശ്വരത്തെക്കുറിച്ച് PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണേ. കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പഞ്ചായത്തും മഞ്ചേശ്വരമാണ്. കേരളത്തിന് ഏറ്റവും വടക്കേ അറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷനും മഞ്ചേശ്വരമാണ്. ഇന്ത്യയിലെ ആദ്യ ഇ പേയ്മെൻറ്റ് പഞ്ചായത്ത് മഞ്ചേശ്വരമാണ്. തുളു ഭാഷ അക്കാദമിയുടെ ആസ്ഥാനവും മഞ്ചേശ്വരമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റുള്ള നിയോജക മണ്ഡലം, കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള താലൂക്ക്, കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റുള്ള പഞ്ചായത്ത്, കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റുള്ള റെയിൽവേ സ്റ്റേഷൻ, ഇതെല്ലാം എവിടെയാണ്? മഞ്ചേശ്വരത്താണ് കേട്ടോ. മഞ്ചേശ്വരം എവിടെയാണ്? കാസർഗോഡ് ജില്ലയാണ്. ഇതിലാദ്യം ഇ പേയ്മെൻറ്റ് പഞ്ചായത്തും തുളു ഭാഷ അക്കാദമിയുടെ ആസ്ഥാനം കൂടിയാണ് മഞ്ചേശ്വരം. ഇനി കാസർഗോഡ് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ നോക്കാം. ഒന്ന് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ്. ഇത് എപ്പോഴും PSC ചോദിക്കാറുള്ളതാണ് കേട്ടോ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡാണ് കേട്ടോ. അതുപോലെ CPCRIയുടെ ആസ്ഥാനം കുട്ലുവാണ്. കേന്ദ്ര സർവകലാശാല നായന്മാർ മൂലയാണ് കേട്ടോ. ഇതൊക്കെ എവിടെയാണ്? ഇതൊക്കെ കാസർഗോഡാണ് കേട്ടോ. അത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണേ. ഇനി നമുക്ക് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ നോക്കാം. ചന്ദ്രഗിരി പുഴ, മഞ്ചേശ്വരം പുഴയാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നദികൾ കേട്ടോ. ചന്ദ്രഗിരി പുഴയും മഞ്ചേശ്വരം പുഴയും. ഇനി കലാരൂപങ്ങൾ, ഈ കാസർഗോഡിൽ ഉള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കലാരൂപമാണ് യക്ഷഗാനം കേട്ടോ. ഇത് ഒരു തവണ PSC പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ഒരു തവണയല്ല, 1-2 തവണ അധികം ചോദിച്ചിട്ടുണ്ട്. യക്ഷഗാനം ഏത് കേരളത്തിലെ ജില്ലയുമായി ബന്ധപ്പെട്ടതാണ്? കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ യക്ഷഗാനം. ഒന്ന് ഓർത്തിരുന്നേരെ. ഇനി കാസർഗോഡ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് പാണ്ഡ്യൻപാറ, കോട്ടച്ചേരി കുന്നുകൾ, വീരമലക്കുന്നുകൾ, അതുപോലെ കുമ്പൻമല, മഞ്ഞപ്പൊതിക്കുന്ന്, തുളൂർ വനം, കണ്ടതീർത്ഥം ബീച്ച്, കാപ്പിൽ ബീച്ച്, വലിയ പറമ്പ് കായൽ, മായപ്പടി കൊട്ടാരം, റാണിപുരം ഹിൽ സ്റ്റേഷൻ, ബേക്കൽ കോട്ട, കരിം ഫോറസ്റ്റ് പാർക്ക്, ഹോർദുർഗ് കോട്ട, വീരമല, ബ്രിട്ടീഷ് ബംഗ്ലാവ്, കൊന്നക്കാട്, കുല്ലിക്കുന്ന് പള്ളി, കമ്മട്ടൻകാവ്, കാവേരിക്കുളം, പൊവ്വൽ കോട്ട, ചന്ദ്രഗിരി കോട്ട, അതുപോലെ തന്നെ പുളിക്കോട് വെള്ളച്ചാട്ടം, ഇതൊക്കെ ഈ വിനോദസഞ്ചാര കേന്ദ്രം, അതായത് കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാസർഗോഡ് ജില്ലയെക്കുറിച്ചിട്ടാണ് പഠിച്ചത്. കാസർഗോഡ് ജില്ലയെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാസർഗോഡ് ജില്ലയോട് കൂടി നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അങ്ങനെ 14 ജില്ലകൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി PSC പരീക്ഷയിൽ ഈ ജില്ലകളെ പറ്റി PSC എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു 14 വീഡിയോയിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ ജില്ലയെക്കുറിച്ച് നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.